കേന്ദ്ര ബജറ്റിൽ നിരാശയോടെ പ്രവാസികൾ. ആദായനികുതി പരിധി ഉയർത്തിയത് ആശ്വാസമാണെങ്കിലും പ്രവാസികൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന ഒരു പ്രഖ്യാപനവും ബജറ്റിലില്ല. ഗൾഫിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ അനുവദിച്ച് നിരക്ക് കുറയ്ക്കാൻ ഇടപെടണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ലെന്നാണ് പ്രവാസികളുടെ വിമർശനം. വ്യവസായ വാണിജ്യ രംഗത്തു നിന്നുമുള്ളവർ കേന്ദ്ര ബജറ്റിനെ സ്വാഗതം ചെയ്യുമ്പോൾ മധ്യവർഗക്കാർക്കും സാധാരണ പ്രവാസികൾക്കും നിരാശയാണ്. പ്രവാസി നാട്ടിൽ വാങ്ങിയ വസ്തു വിൽക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിന് 20% ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകണമെന്ന വ്യവസ്ഥ പിൻവലിച്ചില്ല. ധനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ നിവേദനം നൽകിയിരുന്നുവെങ്കിലും അവഗണിച്ചെന്നാണ് പ്രവാസികളുടെ പരാതി. പ്രവാസികളല്ലാത്തവർക്ക്, അതായത് റെസിഡൻസിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് തട്ടിക്കഴിച്ചതിന് ശേഷം ബാക്കി മാത്രം കൊടുത്താൽ മതിയാകും. അതായത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് എന്ന് പറയും. ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ് പ്രവാസികൾ കൂടി ബാധകമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രിക്ക് ഇവിടെ നിവേദനങ്ങൾ വളരെയധികം സമർപ്പിച്ചിരുന്നു. പക്ഷേ അത് അല്പം പോലും പരിഗണിച്ചില്ല. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കിയതും പ്രവാസികൾക്ക് നാട്ടിൽ ഇലക്ട്രോണിക്സ് വ്യവസായ മേഖല ആരംഭിക്കാൻ അവസരം നൽകുന്നതും ആശ്വാസമാണ്. ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഇന്ത്യൻ അവസരം നൽകുന്നത് ഗുണം ചെയ്യുമെന്നാണ് പ്രമുഖ വ്യവസായി മണികണ്ഠൻ മേലത്തിന്റെ വിലയിരുത്തൽ. ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിള്, അതുമാതിരിയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിനെല്ലാം ഒരുപാട് ടാക്സിൽ ഗവൺമെന്റ് റിഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് NRIനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഒരു അവസരമാണ് ഈ ബഡ്ജറ്റ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് നികുതിയില്ലാതെ അയക്കാവുന്ന പണത്തിന്റെ പരിധി 7 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷമാക്കിയത് വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഗുണം ചെയ്യും. 2 കോടിയിലധികം വരുന്ന പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ചെന്ന് ജനതാ കൾച്ചർ സെന്റർ UAE കമ്മിറ്റി ആരോപിച്ചു. ബജറ്റിൽ അവഗണനയെന്നാണ് ഇടത് കോൺഗ്രസ് പ്രവാസി സംഘടനകളുടെ നിലപാട്. പ്രവാസികൾ എന്ന് പറയാൻ പോലും പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, NRI സമ്പന്നരുടെ വർഗത്തിൽപ്പെട്ടവരാണ് എന്നാണ് അവർ മുൻകാലങ്ങളിലെ ബജറ്റിൽ പോലെ തന്നെ ഈ ബജറ്റിലും കണ്ടിട്ടുള്ളത്. കൂടുതൽ വിമാന സർവീസ്, പെൻഷൻ പദ്ധതി വിപുലീകരണം, പ്രവാസി പുനരധിവാസ പദ്ധതി എന്നിവയെല്ലാം ബജറ്റ് ചർച്ചയിലെങ്കിലും ഇടം പിടിക്കുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ്, ദുബായ്.